നമസ്കാരം. കുറച്ച് ഷെയർസിൻ്റെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ് PSU കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇത് സ്റ്റോക്ക് പ്രൈസസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 4465 രൂപയ്ക്കാണ്. ഏകദേശം 2.34% ഒരു റാലി ഇന്ന് ഷെയർസിൽ നമ്മൾ കണ്ടു. 102 രൂപയോളം കൂടിയിട്ട് ഏകദേശം 4465 രൂപയ്ക്കാണ് ഇന്ന് ഈ ഷെയർ ക്ലോസ് ചെയ്തതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡർ അവർക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ October 11, 2024 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ന്യൂസാണ്. ന്യൂസ് ഇതാണ്: BML ഷെയർസ് റാലി 4% ഓൺ സെക്യൂറിങ് RS 136 crore ഓർഡർ. അതായത് 136 കോടി രൂപയുടെ ഒരു ഓർഡർ October 11 അവർക്ക് ഡിസംബർ 11 അവർക്ക് അനൗൺസ് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. ഷെയർസ് ഓഫ് ഗവൺമെൻറ് റൺ BML Limited rallied 4% on 11 December after the company announced that it was securing an order worth Rs 136 crore from the Ministry of Defence to supply high mobility vehicles HMV 8x8. അപ്പോൾ ഒരു ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡർ 136 കോടി രൂപയുടെ ഓർഡർ ഈ കമ്പനിക്ക് കിട്ടി എന്നുള്ളതാണ്. ദ വെഹിക്കിൾ വിൽ സെർവ് ദ ക്രിട്ടിക്കൽ ഫംഗ്ഷൻ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ഫീച്ചറിങ് advanced capabilities such as independent suspension system, central tire inflation, a high power air cooled engine and an anti-lock braking system and a backbone tube chassis systems. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്പെസിഫിക്കേഷനിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കമ്പനിക്ക് 136 crore ഓർഡർ കിട്ടി എന്ന കാര്യം മാത്രമാണ് നമ്മൾ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കമ്പനി ഫിനാൻഷ്യലി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസസ് സ്റ്റേബിളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇനി ഇതിലൊരു വല്ലാത്തൊരു ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പറയുന്നത് എക്സാരോ ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. കമ്പനി അത്ര ഇന്ന് 1.76% ഒരു ഇൻക്രീസ് കണ്ടിരുന്നു. 105.50 രൂപീസിനാണ് ഇന്നതിൻ്റെ ഷെയർ പ്രൈസസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത്ര പുതിയ കമ്പനിയൊന്നുമല്ല. കുറച്ച് 2 വർഷങ്ങളായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. കമ്പനിയുടെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ലോസിൽ അല്ലെങ്കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതെന്ന് പറഞ്ഞത് അവരുടെ സ്റ്റോക്ക് ഷെയർസ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. 10:1 എന്ന റേറ്റിലാണ് ഈ കമ്പനിയുടെ ഷെയർസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. കമ്പനി അനൗൺസ്ഡ് വേർ Exaro Tiles would split one equity share of ₹10 into 10 shares that will have face value of Rs 1 per share. The record date of the stock split has been fixed as Friday, December 13. അതായത് മറ്റന്നാളാണ് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് പ്രൈസസ് സ്പ്ലിറ്റ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ അതാവുന്നതുകൂടി സ്റ്റോക്ക് സ്പ്ലിറ്റ് 10:1 എന്നുള്ള റേറ്റിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇനി അടുത്തതാണ് ടാറ്റ പവർ ഗ്രൂപ്പിൻ്റെ ടാറ്റ പവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഈ കമ്പനിയുടെ ഷെയർ പ്രൈസസ് ഇന്ന് ഏകദേശം 0.21% ഡൗൺ ആയി. 434.3 രൂപീസിലാണ് ഇന്നത് സ്റ്റോക്ക് പ്രൈസസ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാണും താഴോട്ടുള്ളൊരു പോക്ക് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേജർ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഡിവോൾട്ട് ടാറ്റ പവർ റിന്യൂവബിൾസ് പാർട്ണർ ടു ബൂസ്റ്റ് EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് EV ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതുമായി വേണ്ട ചാർജിങ് സ്റ്റേഷൻസുമായി ഉണ്ടാക്കുന്നതിൽ ഡിവോൾട്ടും ടാറ്റ പവറും ഒരു ഇതിലോട്ട് എത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വായിക്കുകയാണെങ്കിൽ ഡിവോൾട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ദ EV ഡിവിഷൻ ഓഫ് ഡൈവേഴ്സിഫൈഡ് ബിസിനസ് കോൺഗ്ലോമറേറ്റ് മുരുകപ്പ ഗ്രൂപ്പ് ഹാസ് സൈൻഡ് എ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU വിത്ത് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് to enhance air mobility for commercial vehicles, a top official said on Wednesday. നമുക്ക് എല്ലാവർക്കും അറിയാം റിന്യൂവബിൾ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു കമ്പനിയാണ് ടാറ്റ പവർ. റിന്യൂവബിൾ എനർജി സെക്ടേഴ്സ് ഗവൺമെൻറ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം റിന്യൂവബിൾ എനർജി സെക്ടേഴ്സിൻ്റെ എല്ലാ ഷെയർസും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ കമ്പനികൾക്കും ഒരു റാലി തന്നെ ഇത് കമ്മിങ് ഫ്യൂച്ചർ ഇയേഴ്സിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോസിൽ ഇന്ധനങ്ങളിലോടുള്ള ഒരു എന്താ പറയുക ലഭ്യത
കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ഇത്തരം ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് മാറി റിന്യൂവബിൾ എനർജി ഫ്യൂവൽസിലോട്ട് റിന്യൂവബിൾ എനർജി സെക്ടേഴ്സിലോട്ട് ഗവൺമെൻറ് അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലാക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് ടാറ്റ പവർ എന്നുള്ള കാര്യം ഇവിടെ ഓർക്കുന്നു. ഇതിനുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമത്തെ ന്യൂസ് ടാറ്റ പവർ ടു ഫോർ എ ന്യൂക്ലിയർ എനർജി വെൻ ഗവൺമെൻറ് ഓപ്പൺസ് ഓഫ് ദ സെക്ടർ സേസ് CEO പ്രവീൺ സിൻഹ. അപ്പോൾ ടാറ്റ പവർ ന്യൂക്ലിയർ എനർജി സെക്ടറിലൂടെ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് എപ്പോഴാണ് ഗവൺമെൻറ് ഇത്തരം സെക്ടേഴ്സിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് അലോ ചെയ്യുമ്പോൾ ഇത്തരം സെക്ടേഴ്സിൽ ടാറ്റ എൻ്റർ ചെയ്യുന്നത്. ടാറ്റ പവർ വൺ ഓഫ് ദ ഇന്ത്യാസ് leading integrated power companies will enter the nuclear energy sector only after the government revises regulation that will allow public-private partnership in building plants and small reactors. അപ്പോൾ ഇപ്പോൾ വരയ്ക്കും നമുക്ക് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിന് ന്യൂക്ലിയർ സെക്ടറിൽ അലൗഡ് അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ന്യൂക്ലിയർ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വലിയ ഒരു റെഗുലേഷൻസിൻ്റെ ഇതും മറ്റും ഫ്രീ ആക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നാൽ ടാറ്റ പവർ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ടാറ്റ പവറിൻ്റെ CEO അനൗൺസ് ചെയ്തത് എന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അമിഡ് ഡിസ്റപ്ഷൻസ് റെയിൽവേസ് അമെൻഡ്മെൻറ്റ് ബിൽ പാസ്ഡ് ഇൻ ദ ലോക്സഭ. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ റെയിൽവേയുടെ പല ബില്ലുകളും പല കാര്യങ്ങളും അവർ ഒരുപാട് പഴയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത് കാണാൻ പറ്റും. ദ റെയിൽവേ ബിൽ 2024 വാസ് പാസ്ഡ് ഓൺ വെനസ്ഡേ December 11, 2024 in the Lok Sabha despite disruptions. The bill was passed 5 months after it was introduced on the floor of the House. All the provisions in the erstwhile colony era of Indian Railway Board Act on 1905 are proposed to be incorporated in the Railways Act 1918. Through this bill, it is intended to simplify the legal framework and reduces the need to refer it to two laws. അപ്പോൾ പല കാര്യങ്ങളും 2 ലോസ് ആയിരുന്നു 1905ലെയും 1989ലെയും ലോ ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും അവർ എന്താ പറയുക സിംപ്ലിഫൈ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേസ് അമെൻഡ്മെൻറ്റ് ബില്ല് അവർ കൊണ്ടുവന്നത്. അത് പിന്നെ എന്താ പറയുക പാസ് ഇന്ന് ലോക്സഭയിൽ അത് പാസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിലും മറ്റും റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പല ആക്ഷൻസിനും ഗവൺമെൻറ്റിനെ സിംപ്ലിഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇന്ന് IRFC പോലുള്ള കമ്പനികളുടെ ഷെയർസ് അറൗണ്ട് 5%ഓളം ഇന്ന് മുകളിലോട്ട് പോയി എന്ന് കാണാൻ പറ്റുന്നതാണ്. ഇന്ന് ഇത് 5.07% അപ്പാണ് ഇത് കണ്ടത്. ഇന്ന് ക്ലോസിംഗ് പ്രൈസ് 164.8 റുപ്പീസിലാണ് ഇത് ക്ലോസ് ചെയ്തത് കാണാൻ പറ്റുന്നതാണ്. IRFCയുമായി ബന്ധപ്പെട്ടുള്ള ഷെയർസ് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷമാണ് ഈ ഷെയർസ് എല്ലാം അവരുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴോട്ട് വന്നത് കാണാൻ പറ്റും. 217 218 റുപ്പീസിൽ നിന്ന് ഓൾമോസ്റ്റ് 140 134 റുപ്പീസിലോട്ടെല്ലാം താഴോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഒരു റിക്കവറിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ IRFC പോലുള്ള കമ്പനികൾക്ക് ഇനിയും ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് പല എന്താ പറയുക ബ്രോക്കറേജ് ടീമുകളും അവകാശപ്പെടുന്നത് എന്നും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് പുതിയ ഓഫറുകളും മറ്റും ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ലീഗലി ഈ കമ്പനിയെ പല ആക്ഷൻസും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആക്ഷൻസ് എടുക്കുന്നു എന്നുകൂടിയാണ് ഇന്നത്തെ അമെൻഡ്മെൻറ്റ് ബില്ലിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഒരു കാര്യങ്ങളോ എടുക്കേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ബൈ ഓർ സെൽ ആക്ഷൻസിലോട്ട് കടക്കുക എന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യണം.